ഭയങ്കര സസ്പെൻസ് കേട്ടോ. എടുത്തു പറയേണ്ട ജെയ്ക്സിന്റെ മ്യൂസിക്കാണ് കിടുപ്പനായിട്ടുണ്ട്. ഒരു ലാഗും ഇല്ല കേട്ടോ. ഭയങ്കര ഒരു വെറൈറ്റി ത്രില്ലർ മൂവിയുടെ ഒരിതാണ് കാണുന്നത്. കിഡിലായിട്ടുണ്ട്. നല്ല ഇന്റർവൽ സീനൊക്കെ കിഡിലായിട്ടുണ്ട്. പൃഥ്വിരാജിനെ കൊണ്ട് തന്നെയാണ് പടം പോകുന്നത്. വേറെ ലെവൽ അടിപൊളി ത്രില്ലർ കേട്ടോ. അത്രയും പ്രതീക്ഷിച്ചില്ല ത്രില്ലർ ഇത്ര ആവുന്ന. അത് ത്രില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞും പറട്ടെ കേട്ടോ. അടിപൊളി റോഷാക്കൊക്കെ പോലെ എന്ന് വെച്ചാൽ ഇതിന്റെ ജെയ്ക്സിന്റെ മ്യൂസിക്കാണ് കിട്ടില്ലായിട്ട്. ഇന്റർവ്യൂ സീനിലെ മ്യൂസിക്കൊക്കെ ഉണ്ട്. BGM ഒക്കെ തകർത്തിട്ടുണ്ട്. അടിപൊളി നല്ലൊരു ത്രില്ലർ. ആ ഒരു നമുക്ക് അറിയാം, അവർ രണ്ടുപേരും പഴയൊരു ഇതാണല്ലോ. ആ ഒരു കെമിസ്ട്രി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു നല്ല മേക്കിങ്, നല്ല ത്രില്ലിങ് പടം. ഇന്റർവ്യൂ വരെ കിട്ടിയിട്ടുണ്ട് പടം. അടിപൊളി അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിന്റെ അടിപൊളി മൂവി. എനിക്ക് ബാക്കിയൊന്നും അറിയില്ല, പിന്നെ പറയാം. സൂപ്പറായിരുന്നു. രാജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർവതി ചേച്ചിയാണെങ്കിലും പാർവതിയുടെയും രാജുവേട്ടൻ്റെയും പെർഫോമൻസ് ഗംഭീരമാണ്. ഇതുവരെ സാധാരണ രാജുവേട്ടൻ ഫാമിലി മൂവി ഒരുപാട് നാളെ ചെയ്തിട്ട് ഇതൊരു പക്ക ഫാമിലി മൂവിയാണ്. ത്രില്ലിംഗ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. എന്തായാലും ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഗംഭീരമായ മേക്കിംഗ് ആണ്. ഒരു ത്രില്ലിംഗ് ആണ്. ഒരു ബാങ്ക് റോബറി ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് വരുന്നത്. പിന്നെ നിസാം ബഷീറിൻ്റെ ഓരോ സിനിമയും മറ്റേ സിനിമയായിട്ട് കണക്ഷൻ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ സിനിമയും കെട്ടിയോളൻ്റെ മാലാക ആ ഒരു റോഷാക്ക് ആ ഒരു രീതിയിലല്ല. ഇതൊരു റോബറി ആ ഒരു ബേസിലാണ്. പിന്നെ നോബഡി എന്നുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ മാൻ നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള മേക്കിങ്ങിലും പിന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് കംപ്ലീറ്റ് നമ്മളൊരു തിയേറ്റർ വാച്ചിന് വേണ്ടിയുള്ള സ്റ്റഫാണ് മൊത്തം അതിനകത്തുള്ളത്. പിന്നെ വളരെ കുറച്ച് കാസ്റ്റേ ഉള്ളൂ അതിൽ. നമ്മുടെ പഴയ നടനായ അശോകനൊക്കെ വളരെ ഒരു വെറൈറ്റി ഉള്ള റോളാണ്. അതുപോലെ ഹക്കീം ഷാജാൻ ഗംഭീരമായിട്ടുള്ള ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർവതി പൃഥ്വിരാജ് അവർ തമ്മിലുള്ള കെമിസ്ട്രി അത് പണ്ട് മുതലേ അവരൊരു നമ്മുടെ മൊയ്തീൻ മുതലുള്ള പേരാണല്ലോ. അവരുടെ വേറിട്ട രീതിയിലുള്ള ഒരു ഫാമിലി ഇതാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം പൃഥ്വിരാജ് വരുന്നത് ഇതിനകത്ത്. പിന്നെ ആക്ഷൻ സീനുകളൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. അത് നമ്മുടെ സാധാരണ ഹീറോ വില്ലൻ രീതിയിലുള്ളതല്ല. ഒരു കൂട്ടം ആൾക്കാരുമായിട്ടുള്ള ഫൈറ്റുകളും അങ്ങനത്തെ സിറ്റുവേഷൻസാണ് ഈ സിനിമയിൽ വരുന്നത്. അതിൻ്റെ ക്യാമറ വർക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ നിസാം ബഷീറിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഒരു വേറിട്ട മേക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ രീതി. നമ്മൾ സാധാരണ കണ്ടു പരിചയിച്ച രീതികളായിരിക്കില്ല. ആ ഒരു വെറൈറ്റി എന്തായാലും സിനിമ കീപ്പ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഖലീഫയ്ക്ക് മുമ്പിലുള്ള ഒരു ആക്ഷൻ ഇനിയും കൂടുതൽ ആക്ഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. വലിയ കളികൾ എനിക്ക് കാണാനിരിക്കുന്ന രീതിയിലാണ് ഇതുവരെ വന്നിരിക്കുന്നത്. പടം ഒരു വെറൈറ്റി പടമാണ്. പൃഥ്വിരാജിൻ്റെ കുറേ നാൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ റോൾ ഇതിനകത്ത് കാണിക്കണേ. നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു ക്യാരക്ടർ റോൾ പൃഥ്വിരാജ് തന്നെ. സസ്പെൻസാണ് പടത്തിൻ്റെ. സസ്പെൻസ് കഴിഞ്ഞല്ല, ഇനിയും സസ്പെൻസ് വരാൻ പോകണം. പടം ഫസ്റ്റ് ഹാഫൊക്കെ വെറൈറ്റി ആയിരുന്നു. പോലീസുകാരനും എല്ലാം അടിപൊളി. പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം പൃഥ്വിരാജിൻ്റെ ഈ പടം ഇങ്ങനെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്യാരക്ടറാണ്. ഒരു വിചിത്രമായ ക്യാരക്ടറാണ് പൃഥ്വിരാജ്. നമ്മൾ എപ്പോഴും കാണുന്ന സിനിമ പോലെയല്ല പൃഥ്വിരാജിൻ്റെ ഇതിനകത്തുള്ള ക്യാരക്ടർ. ഒരു പ്രത്യേകം തന്നെ ക്യാരക്ടറാണ്. പടത്തിലെ എല്ലാം അടിപൊളിയാണ്. സ്റ്റണ്ട് എല്ലാം അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ബാങ്കിനെ അനുവദിച്ചുള്ള ഒരു മൂവിയാണ്. അപ്പോൾ പടം നല്ല സസ്പെൻസാണ്. ഇനിയുണ്ട് പടത്തിലേക്ക് ക്യാരക്ടർ എല്ലാം അടിപൊളിയാണ്. പിള്ളേർ തന്നെ ആ രണ്ട് കൊച്ചുങ്ങളെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.